ചെറിയ പ്രായത്തിൽ നമ്മൾ വലിയ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? നഴ്സറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്കൂളിൽ പോകണമെന്നാണ് ഇഷ്ടം. സ്കൂളിൽ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം വരും കോളേജിൽ പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ ആയിരിക്കും അല്ലേ? ഹൈസ്കൂളിലേക്കായപ്പോൾ അതുവരെയുള്ള ഞങ്ങളുടെ സ്കൂളിലെ യൂണിഫോം സ്കേർട്ടും ടോപ്പും ആയിരുന്നത് മാറ്റിയിട്ട് ചുരിദാറിലേക്കായി കേട്ടോ. അന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ചുരിദാർ ആദ്യമായിട്ട് ഇടുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. യൂണിഫോം ചുരിദാർ ഇടാൻ തുടങ്ങിയത് തൊട്ട് എനിക്കുള്ളിലൊരു വിചാരമായി ഞാൻ വലിയ ചേച്ചിയായെന്ന്. അപ്പോൾ പിന്നെ വീട്ടിൽ അമ്മയോട് പറയാൻ തുടങ്ങി എനിക്ക് ചുരിദാർ വേണം, അതുവരെയുള്ള ഫ്രോക്ക്, നമ്മൾ ഇടുന്ന ടോപ്പ്, സ്കേർട്ട് ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അമ്മ എനിക്ക് ചുരിദാർ മതി, ഇനി എടുക്കുന്നത് എന്തായാലും ചുരിദാർ മതിയെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നോ, ചുരിദാറൊക്കെ നമുക്ക് എത്ര വലുതായാലും ഇനി ഇടാൻ പറ്റും, ഇനി വലുതാകുമ്പോഴെല്ലാം ചുരിദാർ, സാരിയൊക്കെയാണ്, ഫ്രോക്കൊക്കെ ഈ ഒരു ഏജിൽ മാത്രമേ ഇടാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം കാലം മാറി, ഡ്രസ്സൊക്കെ അവരവരുടെ ചോയ്സായി. നമ്മളിടുന്ന ഡ്രസ്സിൽ നമ്മൾ കംഫർട്ടബിളും കോൺഫിഡൻറ്റും ആണെങ്കിൽ അതാണല്ലേ വേണ്ടത്. ഈ സ്കേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഷോയിൽ നിന്ന് 5 മീറ്റർ ഫാബ്രിക് 385 എന്നുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കണ്ടപ്പോൾ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിൽ 2 മീറ്റർ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടും ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് അംബ്രല്ല കട്ടല്ല, ഇത് പാനൽ കട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു സ്കേർട്ടിൽ ടോട്ടൽ 6 പാനലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ കൊടുത്തേക്കാം. കൂടെ പെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സൈസ് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ മാത്രമല്ല കേട്ടോ, ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.